നമസ്കാരം. കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തോട് വിവേചനം ഇങ്ങനെ കാട്ടേണ്ടിയിരുന്നില്ല എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സമീപനം തീർത്തും വിവേചനപരമാണ് എന്നും അത് അംഗീകരിക്കാനാകില്ല എന്നുമാണ് കേരളം പറയുന്നത്. എയിംസ്, പ്രളയസഹായം, അതേപോലെ ടൂറിസം എങ്ങനെ എല്ലായിടത്തും അവഗണന എന്നതിലൂന്നിയാണ് ഈ പറഞ്ഞ ബജറ്റിനെതിരെ പിണറായി ശക്തമായ നിലപാടെടുത്തത്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്കിടയിൽ വലിയ വിവേചനം പുലർത്തുന്ന സമീപനം കൈക്കൊള്ളുന്ന ഒരു ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണ് കേന്ദ്രം കൈക്കൊള്ളുന്നത്. എന്തിനാണ് ഇത്രമാത്രം വിവേചനം എന്ന തരത്തിലാണ് ആക്ഷേപങ്ങൾ അത്രയും. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അനിവാര്യമായ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ നടത്തിയിട്ടുള്ളത് എന്നതാണ് മുഖ്യമന്ത്രി ഉന്നയിച്ച മറ്റൊരു വിമർശനം. നമ്മുടെ ദീർഘകാല ആവശ്യങ്ങളായ എയിംസ് ഉൾപ്പെടെയുള്ളവ പരിഗണിച്ചതായി കാണുന്നില്ല എന്നും പ്രകൃതി ദുരന്ത നിവാരണ കാര്യങ്ങളിലും ടൂറിസം മേഖലയിലും കേരളത്തെ പരിഗണിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇത് അടിവരയിട്ട് പറയണം. ഈ അവഗണന തീർത്തും നിരാശാജനകവും അതേപോലെ പ്രതിഷേധാർഹവുമാണെന്നാണ് പറയുന്നത്. ബജറ്റ് അത്യന്തം നിരാശാജനകമാണെന്ന് കേരളത്തിലെ ഇടത് വലത് എംപിമാർ ഒരേപോലെ പ്രതികരിച്ചിട്ടുണ്ട്. സാമ്പത്തിക പാക്കേജ്, അതേപോലെ GST വിഹിതം, റബ്ബറിന് താങ്ങുവില, രണ്ടാം കുട്ടനാട് പാക്കേജ് തുടങ്ങിയ ആവശ്യങ്ങൾ അവഗണിച്ചുവെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത്. കേരളത്തോട് കാണിച്ചത് തീർത്തും വിവേചനമാണെന്നാണ് കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. നിതീഷ് നായിഡു സമ്മർദ്ദത്തിന് വഴങ്ങി മാത്രമേ മോദി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന സന്ദേശമാണ് NK പ്രേമചന്ദ്രൻ പറഞ്ഞത്. അതേപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ തീർത്തും അവഗണിച്ചു എന്നും ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. മലയാളികളെ അപമാനിച്ചെന്നാണ് ഹാരിസ് ബീരാൻ കൂട്ടിച്ചേർത്തത്. കോർപ്പറേറ്റ് പ്രീണനത്തിന്റെ തുടർച്ചയെന്നാണ് V ശിവദാസനും പറഞ്ഞത്. എന്തായാലും വലിയ വിമർശനങ്ങളാണ് ഈ പറഞ്ഞ ബജറ്റിനെതിരെ കേരളത്തിൽ നിന്നും ഉയരുന്നത്. NDA മുന്നണിയുടെ സങ്കുചിതമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ബജറ്റാണെന്നാണ് K സുധാകരൻ പറഞ്ഞത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ മുഖവിലക്കെടുത്തില്ല, അല്ലെങ്കിൽ കേരളത്തിന് ഒന്നും തന്നില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ബീഹാർ, ആന്ധ്ര നിയമസഭകളിൽ അവതരിപ്പിക്കേണ്ട ബജറ്റാണെന്നാണ് രമേശ് ചെന്നിത്തല ഈ ബജറ്റിനോട് പ്രതികരിച്ചത്. അതേപോലെ തന്നെ സർക്കാരിനെ താങ്ങി നിർത്താനുള്ള ബജറ്റ് എന്നാണ് ബെന്നി ബെഹനാൻ പറഞ്ഞത്. ഇങ്ങനെ നീളുന്നു വിമർശനങ്ങൾ അത്രയും. ബജറ്റ് വിവേചനപരമെന്നാണ് പൊതുവെയുള്ള പക്ഷം. ഇന്ത്യ സഖ്യവും ഇത് തന്നെ പറയുന്നുണ്ട്. ശക്തമായ പ്രതിഷേധത്തിന് നീങ്ങുകയാണെന്നും വിവരമുണ്ടായിരുന്നു. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് കസേര കാക്കാനുള്ളതാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക കോപ്പി അടിച്ചിട്ടാണ് ബജറ്റ് തയ്യാറാക്കിയത് എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു. അതേപോലെ തന്നെ പാട്ന, പുരുണിയ, ബക്സർ, ഭാഗൽപൂർ എക്സ്പ്രസ് വേകളുടെ വികസനത്തിന് 26,000 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. പ്രളയക്കെടുതികളിൽ കൈത്താങ്ങായി 11,500 കോടി രൂപ നൽകുമെന്നും പറയുന്നുണ്ട്. എന്തായാലും കേരളത്തെ മൊത്തത്തിൽ ഈ ബജറ്റിൽ അവഗണിച്ചു. കേരളത്തോട് ഇത്രമാത്രം വിവേചനം ആവശ്യമില്ലായിരുന്നു എന്ന തരത്തിലാണ് എല്ലാവരും ഒരേപോലെ വിമർശനം ഉന്നയിക്കുന്നത്. പക്ഷേ ഒരു വിഭാഗം ശക്തമായി കേന്ദ്ര ബജറ്റിനെ അനുകൂലിക്കുന്നുമുണ്ട്. എന്തൊക്കെയാണെങ്കിലും മൂന്നാം മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം മികച്ചതാകും, എന്തൊക്കെ കാര്യങ്ങൾ രാജ്യത്തിന് സമ്മാനിക്കും, എന്തൊക്കെ നേട്ടങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാകും എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.